Hi all, myself Diya PJ. Today I am discussing about the topic Express and Implied Conditions and Warranties, section 14 to 17. In a contract of sale, conditions and warranties may be express or implied. അപ്പോൾ ഒരു സെയിലിൻ്റെ കോൺട്രാക്റ്റിൽ വരുമ്പം അതിൽ കണ്ടീഷൻസും വാറൻറ്റീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് എക്സ്പ്രസ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഒന്നെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ വാറൻറ്റീസ് ആവാമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പ്രസ് കണ്ടീഷൻസ് ആൻഡ് വാറൻറ്റീസ് ആർ ദോസ് വിച്ച് ആർ എൻറ്റേർഡ് ഇൻ എ ക്ലിയർ വേർഡ്സ് ഇൻ ദ കോൺട്രാക്ട്. Implied conditions and warranties are those which are attached into the contract by operation of law or customs unless the parties agree to the contrary. അപ്പോൾ ഇതിൽ വരുന്നത് എൻ്റെ ടോപ്പിക്കിൽ വരുന്നത് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ്. ഇതിൽ 8 ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ, സെക്ഷൻ 14A. സെക്കൻഡ് വൺ, കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ, സെക്ഷൻ 15. തേർഡ്, കണ്ടീഷൻ ആസ് ടു സാമ്പിൾ, സെക്ഷൻ 17. Fourth one, condition in a sale by sample as well as description, section 15. And fifth one, condition as to merchantability, section 16(2). And sixth one, condition as to quality or fitness, section 16(1). Seventh one, condition implied by custom, section 16(3). And the last one, condition as to wholesomeness. അപ്പോൾ നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. അപ്പോൾ അതിൽ പറയുന്നത് ടൈറ്റിൽ, ശീർഷകത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥയാണ് ഈ ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്നത്. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, ദ ഫസ്റ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻ ഇൻ ദ പാർട്ട് ഓഫ് ദ സെല്ലർ ഈസ് ദാറ്റ് in the case of sale, he has a right to sell the goods, and that in the case of an agreement to sell, he will have a right to sell the goods at the time when the property is to pass. If the title of the seller turns out to be defective, the buyer is entitled to reject the goods and can recover the whole amount. അപ്പോൾ ഇതിൽ പറയുന്നത് സെല്ലറിൻ്റെ ഭാഗത്താണ്, ഇൻ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. അപ്പോൾ കേസിൻ്റെ സമയത്ത് ഹി ഹാസ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് സെൽ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എൻ അഗ്രിമെൻറ്റ് ടു സെൽ, ആൻഡ് ഹി ഓൾസോ ഹാവ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഗുഡ്സ് സെൽ ചെയ്യാൻ വെൻ ദ പ്രോപ്പർട്ടി ഈസ് ടു പാസ്. ഇനി അതിൽ സെക്കൻഡ് കണ്ടീഷൻ വരുന്നത് കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വിവരണം പോലത്തെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. Where there is a contract of sale of goods by description, there is an implied condition that the goods shall correspond with the description. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്? ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ വിവരണമായിട്ട് ആ ഗുഡ്സ് കറസ്പോണ്ട് ആവണമെന്നാണ് പറയുന്നത്. ആൻഡ് ദ റൂൾ ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിമം ഇഫ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് യു കോൺട്രാക്ട് ടു സെൽ പീസ്, യു കനോട്ട് ഒബ്ലിഗേറ്റ് എ പാർട്ടി ടു ടേക്ക് ബീൻസ്. പീസാണ് സെല് ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് ആളുടെ അടുത്ത് ഇങ്ങനെ ബീൻസ് എടുക്കുമോ എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആർട്ടിക്കൽ ടെൻഡേർഡ് ഈസ് ഡിഫറെൻറ്റ് ഇൻ എനി റെസ്പെക്ട്, ഇറ്റ്സ് നോട്ട് ദ ആർട്ടിക്കൽ ബാർഗെയിൻ ഫോർ ആൻഡ് അതർ പാർട്ടി ഈസ് നോട്ട് ബൗണ്ട് ടു ടേക്ക് ഇറ്റ്. If the buyer has seen certain goods and then they are sold by description, it will be treated as sale by description. ഇനി തേർഡ് വൺ വരുന്നത് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ എന്ന് വെച്ചാൽ സാമ്പിൾ പോലുള്ള അവസ്ഥ. If the goods are supplied in a contract of sale, according to sample agreed upon, the implied conditions are. അപ്പോൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് എന്താണ്? കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഈ സാമ്പിളിൻ്റെ അഗ്രിമെൻറ്റിലാണെങ്കിൽ അതിൽ വരുന്ന 3 ഇംപ്ലൈഡ് കണ്ടീഷൻസിൽ വരുന്നത് 3 ഏതാണെന്നൊക്കെയാണ് പറയുന്നത്. The quality of the bulk of goods supplied shall be similar to the quantity of the sample. Second, that the buyer shall have a reasonable opportunity of comparing the bulk with the sample. Third, that the goods shall be free from any latent, invisible or undiscoverable defect which makes the goods unfit for trading purposes. അപ്പോൾ ഈ 3 കണ്ടീഷൻസാണ് സാമ്പിളിൻ്റെ അവസ്ഥയിൽ വരുന്നത്. ഇനി ഫോർത്ത് വൺ വരുന്നത് കണ്ടീഷൻ ഇൻ എ സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സാമ്പിളും പിന്നെ ഡിസ്ക്രിപ്ഷൻ വിവരണം വഴിയുള്ള ഒരു വിൽപ്പനയിലെ അവസ്ഥയാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് വരുന്ന വിൽപ്പനയിലെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇഫ് ദ സെയിൽ ഈസ് ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, ദർ ഈസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ബൾക്ക് ഓഫ് ദ ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് ബോത്ത് വിത്ത് ദ സാമ്പിൾ ആൻഡ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ സാമ്പിൾ ഉണ്ടായിരിക്കണം, വിവരണം ഉണ്ടായിരിക്കണം. If it is not so, the buyer is entitled to reject the goods. ഇപ്പോൾ രണ്ടില്ലെങ്കിൽ ഇഫ് ഇറ്റ് നോട്ട് സോ അതില്ലെങ്കിൽ ബയർ എന്താണ് ഗുഡ്സ് റിജക്റ്റ് ചെയ്യും. ദ ബൾക്ക് ഓഫ് ദ ഗുഡ്സ് മസ്റ്റ് കറസ്പോണ്ട് വിത്ത് ബോം. രണ്ടുമായിട്ടും എന്താണ് ആ ഗുഡ്സിൻ്റെ കാര്യങ്ങൾ സാമ്പിളും അതിനൊരു വിശദീകരണം ഉണ്ടായിരിക്കണം.
അപ്പോൾ ആ ഗുഡ്സിന് സാമ്പിൾ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മേടിക്കുന്ന ബയറിന് ആ ഗുഡ്സ് വേണമെങ്കിൽ അവിടെ റിജക്റ്റ് ചെയ്യാം. ഇനി അടുത്ത 5th പോയിന്റ് വരുന്നത് കണ്ടീഷൻ ആസ് ടു മെർച്ചൻറ്റബിലിറ്റി. അപ്പോൾ കച്ചവടക്ഷമത, മെർച്ചൻറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ കച്ചവടക്ഷമത, ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. വെൻ ഗുഡ്സ് ആർ ബോട്ട് ബൈ ഡിസ്ക്രിപ്ഷനിൽ വിശദീകരണം അതിൽ മേടിക്കുക. വെൻ ഗുഡ്സ് ആർ ബോട്ട് ബൈ ഡിസ്ക്രിപ്ഷൻ there is an implied condition that the goods are of merchantable quality. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നത് എന്താണ്, ഗുഡ്സ് എന്താണ് കച്ചവടത്തിനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ദസ് എ വാച്ച് ദാറ്റ് വിൽ നോട്ട് കീപ് ടൈം. ഒരു വാച്ച് ടൈം കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ എ പെൻ ദാറ്റ് വിൽ നോട്ട് റൈറ്റ് കനോട്ട് ബി. അപ്പോൾ ഒരു കറക്റ്റായിട്ട് എഴുതാത്ത പെൻ, ഇറ്റ് കനോട്ട് ബി റിഗാർഡ് ആസ് എ മെർച്ചൻറ്റബിൾ അണ്ടർ സച്ച് നെയിംസ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കച്ചവടത്തിന് പറ്റിയ ക്വാളിറ്റി ഉള്ളതായിട്ട് ഇതിന് പറയാൻ പറ്റില്ല. സമയം കാണിക്കാത്ത വാച്ചും ശരിക്കും എഴുതാൻ പറ്റാത്ത പാനയും നമുക്കിതിന് പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല അങ്ങനെ വരുമ്പോൾ. ദെൻ 6th പോയിന്റ് വരുന്നത് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് എന്ന നിലയിലുള്ള ഒരു കണ്ടീഷനാണ് ഇതിൽ പറയുന്നത്. നോർമലി ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ ഇസ് നോ implied condition as to quality or fitness of the goods for a particular purpose. So the buyer must ensure that the goods suit his purpose before he buys. If the goods are subsequently found unsuitable for his purpose, he cannot blame the seller and return them. But there is an implied condition that the goods sold are reasonably fit for the purpose for which they are purchased for, provided the following conditions are satisfied. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ നോക്കണം. അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദ ബയർ മേക്സ് നോൺ ടു ദ സെല്ലർ ദ സ്പെസിഫിക് പേർപ്പസ്. ദ ബയർ റിലൈസ് ഓൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് സ്കിൽ ഓഫ് ദ സെല്ലർ ആൻഡ് ദ സെല്ലർ ഹാപ്പൻസ് ടു ബി എ പേഴ്സൺ ഹൂസ് കോഴ്സ് ഓഫ് ബിസിനസ് ഈസ് ടു സെൽ ദ ഗുഡ്സ് ടു ദാറ്റ് ഡിസ്ക്രിപ്ഷൻ. ഇനി അതിൽ 7th പോയിന്റ് വരുന്നത് കണ്ടീഷൻ ഇംപ്ലൈഡ് ബൈ കസ്റ്റം. അപ്പോൾ കസ്റ്റത്തെ സൂചിപ്പിക്കുന്ന വ്യവസ്ഥയാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 16(3), an implied condition as to quality or fitness for a particular purpose may also be as to usage of trade or according to the customs. ഇനി ഇതിലെ ലാസ്റ്റ് പോയിൻ്റാണ് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. അപ്പോൾ ആരോഗ്യകരമായ അവസ്ഥ, ആ ഒരു കണ്ടീഷനാണ് ഇതിൽ നോക്കുന്നത്. ഇതിൽ പറയുന്നത് in the case of eatables and provisions, in addition to the implied condition as to merchantability, there is another implied condition that the goods shall be wholesome. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. Milk purchased from a dairy owner was contaminated with typhoid fever germs and the buyer got infected when it was used. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്, ആ ഒരു അവസ്ഥേനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഡയറിയിൽ നിന്ന് മിൽക്ക് പർച്ചേസ് ചെയ്തു, അതെന്താണ് കണ്ടാമിനേറ്റഡ് വിത്ത് ടൈഫോയിഡ് ഫീവർ ജെംസ് അതിലുണ്ടായിരുന്നു, കണ്ടാമിനേറ്റഡ് ജെംസ് അതിലുണ്ടായിരുന്നു. ആൻഡ് ആ മേടിച്ച ആളെന്താണ് ഇൻഫെക്റ്റഡ് ആയി. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ദെൻ ഇവിടെ എൻ്റെ ടോപ്പിക്ക് ഫിനിഷായി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.